ഉത്തർപ്രദേശിലെ അലഹാബാദ് ഹൈക്കോടതി എന്നും വിവാദ പരാമർശങ്ങളിലും വിവാദ വിധികളിലും കുപ്രസിദ്ധമാണ്. ഭരണഘടനയെ അനുസരിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ മതേതരത്വത്തെ ഒരു രീതിയിലും അംഗീകരിക്കാത്ത രീതിയിലുള്ള ന്യൂനപക്ഷങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് വിധികൾ പ്രസ്താവിച്ച അലഹാബാദ് ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജഡ്ജി ശേഖർ യാദവ് ഇന്നലെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു VHP പരിപാടിയിൽ വെച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇന്ന് ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹം ഇന്ന് സിറ്റിംഗ് ജഡ്ജിയാണ് അലഹാബാദ് ഹൈക്കോടതിയുടെ, ശേഖർ കുമാർ യാദവ്. അപ്പോൾ അദ്ദേഹം ആ ഒരു പരിപാടിയിൽ വെച്ച് ഇതിന് മുമ്പ് കൂടുന്ന ലക്ഷങ്ങളൊക്കെ വികാരം കൊള്ളിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പ്രസംഗങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഇനി മുതൽ നടപ്പിലാക്കുക ഭൂരിപക്ഷങ്ങളുടെ താല്പര്യമായിരിക്കും, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചല്ലാന്ന് പറയുന്നത് ആരാണ്? ഒരു സിറ്റിംഗ് ജഡ്ജി. ഏതായാലും വിഷയം വലിയ ഒച്ചപ്പാടുകളുണ്ടാക്കി. സുപ്രീം കോടതി ഇന്ത്യൻ ഹൈക്കോടതി സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഒരുപാട് ഒച്ചപ്പാടുകളും ബഹളങ്ങളും കപിൽ സിബൽ അടങ്ങുന്ന ബാർ അസോസിയേഷൻ്റെ ഇന്ത്യൻ പ്രസിഡൻറ്റും അതേപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഇതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള നിലപാടുകളുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഏതായാലും ഇതിൽ എന്ത് വിധിയാണ് വരിക എന്ന് നമുക്ക് കാത്തിരിക്കാം. അഭൂതപൂർവമായ വിധികളൊന്നും വരാൻ സാധ്യതയില്ല. കാരണം ഹിന്ദുക്കളെ സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സുഖിപ്പിക്കാൻ ചെയ്തുകൊണ്ട് തന്നെ പാർലമെൻറ്റ് അംഗീകാരം അദ്ദേഹത്തിൻ്റെ ഇതിൽ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ പാർലമെൻറ്റിന് അംഗീകാരം കിട്ടണം. അല്ലെങ്കിൽ സുപ്രീം കോടതി അദ്ദേഹത്തെ തൽക്കാലം കേസുകൾ കേൾക്കുന്നതിൽ നിന്നും മാറ്റി നിർത്താൻ സുപ്രീം കോടതി കഴിയും. എന്താണ് നടപ്പിലാക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.